എന്നെങ്കിലും ബോംബെയിൽ നിന്ന് സ്വർണ്ണം അന്വേഷിച്ച ആളുകൾ വരുമെന്ന് ഭട്ട് പേടിച്ചിരുന്നു. അതറിയാമായിരുന്ന ഷാനവാസും വിജയും ഭട്ടിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകളെ ഇറക്കി. ഭട്ട് ശരിക്കും പേടിച്ചു. എന്റെ പുറകെയുള്ള മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വണ്ടി ആരുടേതാണെന്ന് അറിയണം. എന്തിനാണ് അവർ പുറകെയുള്ളതെന്നും അറിയണം. ഞാനവിടെയൊക്കെ അന്വേഷിച്ചായിരുന്നു. ചേസ് ചെയ്ത വണ്ടി പിടിക്കാൻ പറ്റില്ല. അവന്മാര് പോയി കാണും. ഇല്ല, അവർ ഇവിടെ തന്നെ ഉണ്ട്. എനിക്കറിയാം. നീ ശരിയായിട്ട് അന്വേഷിച്ചിട്ടില്ല. അത് ഞാൻ നോക്കിക്കോളാം. പക്ഷെ സൂക്ഷിക്കണം. റെയ്ഡ് നടന്നതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഒത്തിരി സ്വർണം ഉണ്ടെന്ന് നാട്ടുകാർ മൊത്തത്തിൽ പറയുന്നുണ്ട്. ಹೌದು ಸರ್, ಇವರು ಚೊಲ್ಲುന്നത് കറക്റ്റ്. ജന എന്നെ ಹೇಳುದಾರು സ്വർണമുണ്ടോ, ഇത് സത്യമാണോ? അങ്ങനെയല്ല ഉണ്ടാ. ഞാൻ ആ ഇൻകം ടാക്സ് ഓഫീസറെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. ആള് മഹാപശുക. ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അയാളെ ഏതറ്റം വരെയും പിടിക്കുക. സ്വർണം വല്ലതും ഉണ്ടെങ്കിൽ മാറ്റി വയ്ക്കുന്നത് നല്ലത്. അതിനെന്തെല്ലാം വഴികളുണ്ട്. വിജയ്, സാർ, ഞാൻ ഭട്ടിനെ കണ്ടായിരുന്നു. ബോംബെക്കാരെ ഇറക്കി നീട്ടിട്ടുണ്ട്. ഭട്ട് ശരിക്കും പേടിച്ചു. ഗുഡ്. ഇൻകം ടാക്സ് റേറ്റും ഗുണം ചെയ്തു. ചുരുക്കം പറഞ്ഞ ഭട്ടിന്റെ കയ്യിലുള്ള സ്വർണം പുറത്തെടുക്കാൻ സമയമായി അല്ലേ? അതെ അതെ. സ്വർണം കാശാക്കി മാറ്റാൻ നമ്മുടെ ബാങ്ക് വഴി പറ്റുമെന്ന് ഇനി ഭട്ടിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. എല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. ഉറപ്പായിട്ടും പ്ലാൻ ചെയ്യാം സാർ. ഞാൻ വിളിക്കാം. ശരി. സർ, ഇറ്റ്സ് വെരി സ്ട്രോങ്. സേഫ് ആണ് സർ. സർ, ഒരു ഇൻകം ടാക്സ് ഓഫീസർ വിചാരിച്ചാലും ഇവിടുന്ന് സ്വർണ്ണം എടുക്കാനോ കൊണ്ടുപോകാനോ നിയമം വരെ പറ്റില്ല. അതെ സർ. സർ പ്ലീസ്. സർ, നമ്മുടെ നാട്ടിൽ ഏകദേശം 600ഓളം പേരുടെ സേവിങ്സ് അക്കൗണ്ട് നമ്മുടെ ഈ ബ്രാഞ്ചിലുണ്ട്. ആ അക്കൗണ്ടുകൾ വഴി സാറിന്റെ സ്വർണം പണയം വെക്കാം. പിന്നെ ഇപ്പോഴത്തെ ഗോൾഡ് സ്കീം അനുസരിച്ച് 90% പണം കിട്ടും. യെസ് സർ. പണം വിദേശത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ലീഗൽ നോ സർ. ഇത്രയും സ്വർണം ഒരുമിച്ച് വന്ന നിങ്ങളുടെ ഉന്നതാധികാരിക്ക് സംശയം തോന്നില്ലേ? ചെറിയ സംശയം തോന്നും സർ, പക്ഷെ തെളിയിക്കാൻ പറ്റില്ല. സർ, അതിനൊരു വഴിയുണ്ട്. എന്താ അത്? സർ, എല്ലാവരുടെയും ഡീറ്റെയിൽസ് കയ്യിലുള്ളതുകൊണ്ട് പല ബ്രാഞ്ചുകളിൽ നിന്ന് നമുക്ക് സ്വർണം പണയം വെപ്പിക്കാം. ആർക്കും സംശയം തോന്നും. അത് ശരിയാ. എൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും ഗുണമുണ്ടാവും.
ഇല്ല സാർ, അതൊന്നും പേടിക്കണ്ട, ഇതെല്ലാം നമ്മുടെ സ്വന്തം ആൾക്കാരാ. എനിക്ക് വിശ്വാസമായി. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? 600ഓളം പണയ രസീതുകൾ നമുക്ക് റെഡിയാക്കണം. ഉം. ഇന്ന് ചൊവ്വാഴ്ച, വ്യാഴാഴ്ച രാത്രി നമുക്ക് ചെയ്യാം സാർ. വ്യാഴാഴ്ച. ശരി. ബട്ട് തന്ന സ്വർണ്ണ ബിസ്ക്കറ്റ് അളന്നു തൂക്കി വേണം പണയ രസീതുകൾ റെഡിയാക്കാൻ. കൃത്യമായി 150 കിലോ സ്വർണത്തിനുള്ള പേപ്പറുകൾ റെഡിയാക്കണം. അയാൾക്ക് ഒരു സംശയവും തോന്നാൻ പാടില്ല. വ്യാഴാഴ്ച രാത്രി സ്വർണവുമായി ബട്ട് കൊടുത്തു. പിന്നീടുള്ള ദിവസങ്ങൾ ബാങ്കിന് അവധി കൊടുത്ത് ലോക്കറിലെ സ്വർണവുമായി നമ്മൾ ഇവിടുന്ന് മുങ്ങും. ഇതാണ് എൻ്റെ പ്ലാൻ. വേറെ വല്ലവർക്കും വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അറിയാലോ. ബട്ട് പോയ ശേഷം നമ്മളെല്ലാവരും സ്വർണം കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടുമെന്നാണ് വിജയ് പറയുന്നത്. പക്ഷെ എന്തോ എനിക്കയാളെ വിശ്വാസമില്ല. അയാളുടെ മനസ്സിലെന്താന്നുള്ളത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല വിഷ്ണു. വ്യാഴാഴ്ച ബട്ടിൻ്റെ സ്വർണം വന്ന വിജയ്ക്ക് നമ്മുടെ ആരുടെ ആവശ്യമില്ല. രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ വേണം. രക്ഷപ്പെട്ടാലും ഈ കേസിനകത്തു നിന്നൊക്കെ നമ്മൾ എത്ര നാൾ ഒളിച്ചു നടക്കുമെന്ന് വെച്ചിട്ടാ. വിജയ് സാറാ. ലൗഡ് സ്പീക്കറിലിട്. ഹലോ സാർ. ലക്ഷ്മി, പ്ലാൻ ചെയ്ത പോലെ തന്നെയല്ലേ കാര്യങ്ങൾ പോകുന്നത്? അതെ, സാറ് പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നത്. ശരി, ഞാൻ വിളിക്കാം. ഓക്കെ സാർ. ഇനി നിങ്ങൾ പറ, എന്താ ഞാൻ ചെയ്യണ്ടേ? സർ, സ്വർണം വരുന്നത് വരെ നമ്മൾ ബാങ്കിൽ വെയിറ്റ് ചെയ്യണം. സ്വർണം ബാങ്കിൽ എത്തിയ ശേഷം വിജയെ കുറച്ചു നേരത്തേക്ക് അവിടെ നിന്ന് മാറ്റി നിർത്തണം. എന്തിന്? അപ്പോഴേ നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. എങ്ങനെ? ഒരു വഴിയുണ്ട്, ഒരേ ഒരു വഴി. സാർ ലക്ഷ്മിയെ കൂട്ടി പോയി. ചാക്കോ, റഹീം, നമുക്ക് കുറച്ച് പണിയുണ്ട്. വേഗം വേഗം ചുറ്റു വയ്ക്ക്. സമയമില്ല, വേഗം. ബട്ട് ഇറങ്ങിയെന്ന് വിജയ് സാറിനെ വിളിച്ച് പറയും. പോയി ലോക്കർ തുറക്കാം. റെസിപ്റ്റ്സ് ഒക്കെ റെഡിയില്ല? ശരി. വരൂ സാർ. എടുത്തോ. ഓ, വേഗം പിടിക്കാം. നിങ്ങൾ പുറത്ത് തന്നാ മതി. പ്ലീസ്.
നമ്മുടെ ബാങ്കിൽ അക്കൗണ്ടിലുള്ള എല്ലാവരുടെ പേരിലും സ്വർണം വെച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളത് ഇവിടെ വെക്കാൻ പറ്റില്ല. 3 ദിവസം കഴിഞ്ഞ ഇൻസ്പെക്ഷൻ. എന്താ ഇൻസ്പെക്ഷനോ? താൻ എന്തൊക്കെയാ പറയുന്നേ? ബാക്കിയുള്ള സ്വർണ്ണം ഇവിടെ തന്നെ വെച്ചാൽ മതി. ഓക്കെ, മാനേജ് ചെയ്തോളാം. അല്ല സാർ, ഈ ഇൻസ്പെക്ഷൻ സമയത്ത് കണക്കിപ്പെടാത്ത സ്വർണം ഇവിടെ ഇരുന്ന അത് പ്രശ്നമാവില്ലേ? പ്രശ്നോ? എന്തോ പ്രശ്നം? ഇല്ല സാർ, ഒരു പ്രശ്നമില്ല. സാർ, ഈ അവധി കഴിഞ്ഞ് വരുന്ന ദിവസം ഒരു ഓഡിറ്റിങ്ങിന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അന്നേരം ഈ ബാക്കി സ്വർണ്ണം ഇടുന്നല്ല, അത് കുഴപ്പത്തിലാവില്ലേ? അപ്പൊ എന്താ ചെയ്യാ? ഇല്ല സാർ, ഞാനത് വിജയ് സാർ ഇന്ന് രാത്രി തന്നെ ബാക്കിയുള്ള സ്വർണം സോണൽ ഓഫീസിൽ കൊണ്ടുപോയി പണയം വെക്കുവാണെങ്കിൽ കാര്യങ്ങൾ സേഫ് ആവും. ആ, അത് ശരിയാ സാർ. ഇന്ന് രാത്രി ഒന്നും പറ്റില്ല. ഇത്രയും സ്വർണം കൊണ്ട് മംഗലാപുരം വരെ പോകാൻ പറ്റുമോ? പോലീസ് ഒക്കെ ഉണ്ടാവും സാർ. ഇതെന്റെ സ്വർണ്ണമല്ലേ, ഞാൻ വരാ കൂടെ. പോലീസ് ഇല്ലാത്ത വഴി എനിക്കറിയാം. ആ, അത് നല്ല ഐഡിയ സാർ. ലോക്കർ കുട്ടിക്ക് തന്നെ. രാഘവ, കാശ് കയ്യിൽ വരുന്നവരെ എൻ്റെ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ഇതിനകത്ത് അതുവരെ ഈ കീ എൻ്റെ കയ്യിൽ. ഭദ്രമായി നോക്കിക്കോണം.